The Real FM 103.6. ശ്രദ്ധ. ഇന്ന് ജൂൺ 3, ലോക സൈക്കിൾ ദിനം. സൈക്കിൾ ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യവും ഗുണങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകമെങ്ങും ഈ ദിനം ആചരിക്കുന്നത്. മലിനീകരണം ഒട്ടും സൃഷ്ടിക്കാത്ത വാഹനം, ഒപ്പം ശാരീരികമായും മാനസികമായും ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിലെ ആദ്യ വാഹനം സൈക്കിൾ തന്നെയാവും. പക്ഷേ അതിനെ ജീവിതകാലം മുഴുവൻ ഒപ്പം ചേർക്കുന്നവർ വിരളവും. മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ഇന്നും തന്റെ സൈക്കിൾ യാത്ര തുടരുന്നു. അദ്ദേഹത്തിന്റെ സൈക്കിൾ അനുഭവങ്ങളിലേക്ക്. ഞാൻ സഞ്ചരിക്കാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വാഹനമാണ് സൈക്കിൾ. പ്രധാനമായി 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ആരോഗ്യത്തിന് നല്ലതാണ്. ഏറ്റവും നല്ല വ്യായാമം സൈക്ലിംഗ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തേത്, പരിസ്ഥിതിക്ക് ഒരു ദോഷവും ഉണ്ടാക്കാത്ത വാഹനമാണ്. ഇത് രണ്ടും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് എന്നും സൈക്കിൾ ഇഷ്ടമാണ്. ഈ 2 കാര്യവും, വ്യായാമമാണ്, അതുപോലെ തന്നെ പരിസ്ഥിതി ദോഷമില്ല എന്നുള്ളത്. മറ്റ് വാഹനങ്ങളിലൊക്കെ പല പല മാറ്റങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു സുസ്ഥിരമായിട്ടുള്ള സഞ്ചാര വാഹനം എന്ന രീതിയിലാണ്. സാക്ഷരതാ പ്രസ്ഥാന കാലത്താണ് ഏറ്റവും അധികം ഇത് ഉപയോഗിച്ചത്. എൻ്റെ അച്ഛൻ എൻ്റെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അച്ഛനാണ് പഠിപ്പിച്ചത്. അതിനുശേഷം സാക്ഷരതാ പ്രസ്ഥാനത്തിൽ നെന്മണിക്കര പഞ്ചായത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും എല്ലാ ക്ലാസ്സുകളിലും സൈക്കിളിനാണ് എത്തിയിരുന്നത്. അതുപോലെ ഞാൻ താമസിക്കുന്ന കാനാട്ടുകരയിൽ നിന്നും സെന്റ് തോമസ് കോളേജിലേക്ക് വർഷങ്ങളായി റിട്ടയർ ചെയ്യുന്നവർ സൈക്കിളിനാണ് പോയിരുന്നത്. അതിനുശേഷം ജനകീയ ആസൂത്രണം വന്നപ്പോൾ കോളേജ് വിട്ടാൽ ജില്ലാ പഞ്ചായത്തായിരുന്നു ആസ്ഥാനം. അതുകൊണ്ട് കോളേജിൽ നിന്ന് അയ്യന്തോളിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് എന്നും സൈക്കിളിന് എത്തും. MLA ആയപ്പോൾ ഇതൊന്നും കഴിയാതായി. അങ്ങനെ സൈക്കിള് തൽക്കാലം ഉപേക്ഷിച്ചു. മന്ത്രി കഴിഞ്ഞ് മന്ത്രിയുടെ വാഹനം തിരുവനന്തപുരത്ത് കൊണ്ട് സർക്കാരിന് തിരിച്ചേൽപ്പിച്ചു. തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സൈക്കിളാണ്. ഇന്നും ആ സൈക്കിള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട ഒരു വാഹനമാണ്. ഞാനൊരു ഏകദേശം തോന്നുന്നു പുതിയ തലമുറ കുറച്ചുകൂടി സൈക്ലിങ്ങിൽ താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ശരിയോ തെറ്റോ എനിക്കറിയില്ല. തോന്നുന്നു ഉണ്ടെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്. കാരണം വാഹനങ്ങളുടെ എണ്ണം കൂടി വരുമ്പോൾ പാതകളിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടായി വരുന്നു. അവിടെ പരിസ്ഥിതി പ്രശ്നമില്ലാത്തൊരു വാഹനം ഉപയോഗിക്കുന്നത് നല്ലതാണ്. സൈക്കിളിനെ ഞാൻ എന്നും ഇഷ്ടപ്പെടുന്നു. കോവിഡ് കാലത്തെ അടച്ചിടലുകൾക്കു ശേഷം കുട്ടികളും യുവത്വവും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങിയപ്പോൾ സൈക്കിൾ വിപണിക്ക് വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട്ടെ സൈക്കിൾ വ്യാപാരി നിഖിൽ എളമ്പിലാശ്ശേരി ശ്രദ്ധയോട്. കോഴിക്കോട് ജില്ലയിൽ ട്രാക്ക് ആൻഡ് ട്രെയിൽ എന്ന് പറഞ്ഞ സൈക്കിളിന്റെ ഒരു ഫ്രാഞ്ചൈസി നടത്തുന്ന ആളാണ്. സൈക്കിൾ ഹെർക്കുലീസ്, BSA, റാലി, അങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് അതിന്റെ എക്സ്ക്ലൂസിവിറ്റിയാണ്. ഞാനിപ്പം ഈ സംരംഭം ഏകദേശം 8 വർഷത്തോളമായി നടത്തിക്കൊണ്ടുവരുന്നു. എന്താ പറയുക, സൈക്ലിങ്ങിലേക്ക് കൂടുതൽ പേര് ഇതിലേക്ക് വരണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. മുൻ വർഷത്തെക്കാളും ഇപ്പം മാർക്കറ്റ് വളരെ കുറഞ്ഞ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മളെല്ലാവരും സൈക്ലിംഗ് എന്നുള്ളൊരു ലെവലിലേക്ക് തിരിച്ചു വരണം. ഇതിലിപ്പോൾ നമ്മൾ എല്ലാ സെഗ്മെന്റിലും ഉണ്ട്. കുട്ടികളുടെ സെഗ്മെന്റ് ആണെങ്കിലും ഒരു 2-3 വയസ്സുള്ള കുട്ടികൾ മുതൽ ഒരു അഡൽട്ടിന്റെ ഏജ് വരെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ സൈക്കിൾസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ബൈക്സ്, ഇലക്ട്രിക് സൈക്കിൾസ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാലോ, സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോളോ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ശാരീരികമായി നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ല ഒരു എക്സസൈസ് കൂടിയാണ്. നമ്മൾ ബെസ്റ്റ് കാർഡിയോ ആണ് സൈക്ലിംഗ്. ഈവൻ ഡോക്ടേഴ്സ് വരെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നോർമലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികളാണെങ്കിലും മീഡിയന്റെ മുന്നിൽ എക്സ്പോഷേഴ്സ് കൂടുതലാണ്. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഇപ്പം ഒരു അഡൽട്ടിന്റെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ മീഡിയയ്ക്ക് മുന്നിലാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് നമ്മൾ ഈ ഒരു രംഗത്തേക്ക് തിരിച്ചു വരിക. നമ്മളൊക്കെ ചെറിയ ഏജ് മുതൽ യൂസ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത ഒരു കുട്ടികൾ പോലും ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ. അപ്പൊ ഇപ്പോഴത്തെ കാലത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പലർക്കും സൈക്കിൾ ഓടിക്കാൻ തന്നെ അറിയില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു 8 വയസ്സ് 9 വയസ്സായ കുട്ടികൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സൈക്കിൾ ഓടിക്കാൻ അറിയാത്തവർ. അപ്പോൾ നമ്മളത് ചെറിയ ഏജ് മുതൽ നോക്കി കൊണ്ടുവരാത്തതിന്റെ പ്രശ്നങ്ങളാണത്. അപ്പം പരമാവധി ചെറിയ ഏജ് മുതലേ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിക്കുക, ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈവൻ നമ്മളെ ഗവൺമെന്റും അങ്ങനത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സൈക്ലിങ്ങിലേക്ക് കൂടുതലായിട്ട് ആൾക്കാർ ശ്രദ്ധ ചെലുത്തും. ഇപ്പം നമ്മൾ ജിമ്മ്, അങ്ങനത്തെ ഫിറ്റ്നസ് കേന്ദ്രങ്ങളിലേക്ക് എല്ലാവരും പോകുന്നുണ്ട്. അതുപോലെ ഇതും നമ്മളൊരു ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുക. സൈക്കിൾ യാത്ര ലഹരിയാക്കിയവരുണ്ട്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ സന്ദേശവുമായി കേരളം മുഴുവൻ സൈക്കിളിൽ സഞ്ചരിച്ച കോക്കലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്രാധ്യാപകൻ അഭിലാഷ് പുത്തഞ്ചേരി.
നിലവില് ഞാനിപ്പോ കേരളത്തില് ഒരു തവണ മൊത്തം സൈക്കിളിൽ ചുറ്റിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 22 ദിവസം എടുത്തിട്ടാണ് ഞാൻ സൈക്കിളിൽ കേരളം മൊത്തം ചുറ്റിയത്. എന്നാല് വീണ്ടും ഒരു കേരള സൈക്കിൾ യാത്ര ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ചിട്ട് തിരുവനന്തപുരം വരെ ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ യാത്ര പോയത്. സന്ദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കോഴിക്കോട് എക്സൈസ് ഡിവിഷന്റെ സഹകരണത്തോടു കൂടിയാണ് ഞാൻ യാത്ര നടത്തിയത്. ആ സന്ദേശം ഇങ്ങനെയാണ്: ജീവിതമാണ് ലഹരി എന്ന സന്ദേശമാണ് ഞാൻ ആ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത്. ആ യാത്രയ്ക്ക് ഏതായാലും മികച്ച പ്രതികരണമാണ് കിട്ടിയത്. ഏകദേശം 100-200 ആളുകളെ കാണുകയും അവരുമായി സംസാരിക്കുകയും ആ സന്ദേശത്തിന്റെ കാതല് ജനങ്ങളിലേക്ക് എത്തിക്കാനും പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സന്ദേശത്തിന് പുറമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സൈക്കിള് ദിവസം ഉപയോഗിക്കുന്ന ആളാണ്. എന്റെ ജോലി സ്ഥലത്തേക്ക് ഞാൻ സൈക്കിളിൽ പോവാറുണ്ട്. തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് സൈക്കിളിൽ തുടങ്ങിയതെങ്കിലും പിന്നീട് അതൊരു ലഹരിയായിട്ട് മാറി. ആ ലഹരിയായി മാറിയതിന് ശേഷം ഒരു ജീവിത വൃത്തി പോലെ തന്നെ സൈക്ലിങ് സ്വീകരിച്ച് അപ്പൊ എനിക്കിപ്പോ 43 വയസ്സായി. ഈ ജീവിത ശൈലി രോഗങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയായിരുന്നു. പക്ഷെ സൈക്ലിങ് തുടങ്ങിയതിന് ശേഷം അതിൽ നിന്നൊക്കെ എന്താണ് ഒരു മോചനമുണ്ടായി. ആരോഗ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം സൈക്ലിങ് നടത്താറുണ്ട്. അതിന്റെ ഗുണം അതിന് എന്താണ് ശാരീരികമായിട്ടും അതേപോലെ തന്നെ എന്താണ് മാനസികമായിട്ടൊക്കെ അതിന്റെ ഗുണം ശരിക്കും ജീവിതത്തിൽ കാണുന്നുണ്ട്. സൈക്ലിംഗ് ഒരു മികച്ച കായിക ഇനം കൂടിയാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച് നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത അനുഭവങ്ങളുമായി അഭിനവ് KC. ഞാൻ ബോട്ട് റൈഡർ സ്പോൺസേർഡ് അത്ലറ്റ് ആണ്. നാഷണൽ ലെവലിൽ റേസ് ചെയ്യുന്നതാണ്. ഞാൻ റോഡ് റേസ് ആണ് ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോ കറന്റ്ലി ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി ടീമിലും ഹിമാചൽ സ്റ്റേറ്റ് ടീമിലാണ് ഉള്ളത്. ലൈക്ക് പ്രീവിയസ് ടൈം ഞാൻ മഹാരാജാസിന്റെ കോളേജ് ടീമിലായിരുന്നു. MG യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് റേസ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. അതുപോലെ നാഷണൽ ലെവലിൽ ഞാൻ കേരള ടീമിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഗെയിംസ് 2021 കേരള ടീമിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൈക്ലിംഗ് ഒരു നോർമൽ ട്രാവലിംഗ് മാത്രമല്ല, അതുപോലെ ഒരു ഡെയിലി ഒരു രാവിലെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതൊരു സ്പോർട്ട് ഇവന്റും കൂടെയാണ്. ഇത് 3 ടൈപ്പ് റേസുകൾ ഉണ്ട്. ലൈക്ക് നോർമലി പറയുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ MTBയും ട്രാക്കും റോഡും ഉണ്ട്. അപ്പോ ഇത് ശരിക്കും നമ്മുടെ ഒരു സ്പോർട്ട് ഇവന്റ് ആയിട്ട് നമ്മുടെ വളർന്നു വരുന്നവർ ഇത് എടുക്കാവുന്ന ഒരു ഇവന്റ് സ്പോർട്ടാണ്. ലൈക്ക് നമ്മുടെ ക്രിക്കറ്റും ഫുട്ബോളും പോലെ തന്നെ ഇത് ഇപ്പോ എല്ലാവരിലേക്ക് എത്തുന്നതേ ഉള്ളൂ സൈക്ലിംഗ്. ലൈക്ക് ഇപ്പൊ എല്ലാവരും അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ല സൈക്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ സൈക്കിൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഹെൽത്ത് വൈസിൽ. ഇപ്പോൾ വെഹിക്കിൾസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി നോക്കുകയാണെങ്കിൽ ഒരുപാട് വെഹിക്കിൾസിന് ട്രാഫിക് എല്ലാം കൂടി വരികയാണ്. പൊല്യൂഷൻ അതിനനുസരിച്ച് കൂടി വരികയാണ്. ഇപ്പൊ ഡെയിലി ലൈഫിൽ നമ്മൾ സൈക്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പൊല്യൂഷനും കാര്യങ്ങളും നമ്മുടെ ഓവറോൾ എർത്തിനെ തന്നെ സംരക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ലൈഫിന് അത് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നതിനും ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ നമുക്ക് സൈക്കിളിനെ യൂസ് ചെയ്യാം. വർക്ക്ഔട്ട് ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ അവർക്ക് ജോബിന് പോകുമ്പോൾ അവർക്ക് സൈക്കിൾ എടുത്തിട്ട് പോകാവുന്നതാണ്. ദെൻ തിരിച്ചു വരുമ്പോഴും അതൊരു വർക്കൗട്ടാണ്. ലൈക്ക് നിങ്ങൾ അടുത്തൊരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ ഉള്ളവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പുറം രാജ്യങ്ങളിൽ എല്ലാവരും സൈക്കിൾ ലൈക്ക് അവരുടെ ഒരു ലൈഫിന്റെ ഭാഗമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് സൈക്ലിംഗ് ഒരു സ്പോർട്ട് ഇവന്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കിപ്പോ ഇത്രയും നല്ലൊരു കോളേജിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. മഹാരാജാസിൽ ഞാൻ ജോയിൻ ചെയ്തതും ലൈക്ക് സ്പോർട്സ് കോട്ടയിലാണ്. അത് സൈക്ലിംഗ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതുപോലെ ലവ്ലിയിൽ എനിക്ക് കിട്ടിയതും സൈക്ലിംഗ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ ബേസിലാണെങ്കിലും ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്ക് സൈക്ലിംഗ് ചെയ്തുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്റെ കരിയറിലാണെങ്കിലും സൈക്ലിംഗ് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ് സൈക്ലിംഗ്. പ്രധാനമായും ഇതൊരു എയറോബിക് പ്രവർത്തനമാണ്. ഭാരം കുറയ്ക്കാനും അത്യധ്വാനമില്ലാതെ മസിലുകൾ ദൃഢമാക്കാനും ഹാപ്പി ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നതിനാൽ വിഷാദം പോലുള്ള മാനസിക പ്രശ്നങ്ങളെ അകറ്റാനും പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പോക്കറ്റ് കാലിയാകാതിരിക്കാനും സൈക്കിളിനെ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.